നമസ്കാരം. അംചി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നിങ്ങളുടെ ഞായറാഴ്ചകളെ ഒരു സംഗീത സാന്ദ്രമായ തുടക്കം കുറിക്കാൻ ഞങ്ങളിതാ വീണ്ടും എത്തിയിരിക്കുന്നു ഒരു പുതിയ അധ്യായവുമായി ഓൺ അംചി മുംബൈ കാ അപ്നാ റിയാലിറ്റി ഷോ ഗുഡ് വിൻ ഗോൾഡൻ വോയിസ് 2016. മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീ പുതുശ്ശേരി ജനാർദ്ദനൻ, ഉത്തര ഉണ്ണി. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നാടൻ പാട്ട് മികവ് തെളിയിക്കാനായി ആദ്യമായി എത്തുന്നു. ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻസും എല്ലാവരും നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോൾ ഈ സ്റ്റേജും കളർഫുൾ, ഞങ്ങൾക്കൊക്കെ കാണാൻ കിട്ടുന്നത് ലൈക്ക് ഡിഫറെൻറ്റ് നാടൻ വേഷമൊക്കെ ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്നത്. സോ ഇറ്റ്സ് റിയലി വെരി നൈസ്. നിങ്ങളൊക്കെ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. രാജലക്ഷ്മി പാട്ടൊക്കെ പ്രൊഫഷണലി പാടാറുണ്ടോ? പാട്ട് പാടാറുണ്ട് പ്രൊഫഷണലി. ഓക്കെ. പിന്നെ വേറെ വല്ല അച്ചീവ്മെന്റ്സ് ആൻഡ് ഓൾ? ഞാനൊരു ബോളിവുഡ് മൂവിയിൽ പാടിയിട്ടുണ്ട്, ഷാൻ സാറിന്റെ കൂടെ സുനിധി ചൗഹാൻ. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഹർ. റിലീസ് 2 മാസത്തിനകം റിലീസായോ? ആയില്ല, റെക്കോർഡ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. Thank you. അപ്പൊ ഈ റിയാലിറ്റി ഷോസിൽ നിന്ന് നാട്ടിലേക്കൊക്കെ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലേ? ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ലേ? അത് ദൂരെയല്ലേ? ദൂരെയാണല്ലേ? അപ്പൊ ഇതിപ്പോ ഇവിടെ അംചി മുംബൈയിൽ വെച്ചിട്ട് ഒരു റിയാലിറ്റി ഷോ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ അല്ലേ? സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഏതാ പാട്ട് പാടാൻ പോകുന്നത്? പള്ളിവാള്. ഓക്കെ, അപ്പൊ തകർക്കണം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തെക്കുംകൊല്ലത്ത് വാഴുന്ന പൊന്നു ഭഗവതി, ഞാനിടത്തൊന്നു വന്നു കളിവിളയാടട്ടെ. വടക്കും കൊല്ലത്ത് വാഴുന്ന പൊന്നു ഭഗവതി, ഞാനിടത്തെന്നു വന്നു കളിവിളയാടട്ടെ. പള്ളിവാളും ഭദ്രവട്ടകവുമായി ഞാൻ തിരുമുമ്പിൽ വന്ന് കളി തുടങ്ങാ. അങ്ങനങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ലച്ഛനും മറന്നിടാം. മറന്നിടുക ശ്രീധര മുതലേ വേറെയുണ്ട്. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരാട്ടി. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ പടിഞ്ഞാറു നടയിൽ വാളാറ് കല്ലറയിൽ 7 വെട്ടി വിത്തവിടെ കിടപ്പതുണ്ട്. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരാട്ടി. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ അതിൽ നിന്നും മരവെട്ടി വിട്ട് മകൾക്കോരോ സ്ത്രീധനമായി തരിക വേണം. നടക്കും കൊല്ലം വാഴും നല്ല പൊന്നച്ഛനെ. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരാട്ടി. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ നെല്ലൊന്നും വിത്തൊന്നുമല്ല എന്നോടെ പൊന്മകളെ. ആ വിത്ത് അസുരവിത്തെന്നാണ് അതിനു പേര്. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരാട്ടി. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ കണ്ണു കൊണ്ട് നോക്കി നീയെ വിത്തെന്നു പറഞ്ഞാലോ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിച്ചു പോകും. അങ്ങനെ കണ്ണുകൊണ്ട് നോക്കി അങ്ങനെ വിത്തെന്ന് പറഞ്ഞാലോ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടി തെറിച്ചു പോകും. അങ്ങനെ നാവു കൊണ്ട് ചൊല്ലി നീയെ വിത്തെന്നു പറഞ്ഞാലോ നാവിന്റെ കടപഴുത്ത് പറഞ്ഞു പോകും. അങ്ങനെ നാവുകൊണ്ട് ചൊല്ലി നീയെ വിത്ത്
നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ പള്ളിവാള് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ജഡ്ജസോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്. ഉത്തര മാം. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല എനർജി ആയിരുന്നു. ശരിക്കും ദേവി കയറിയ മാതിരി ഉള്ളൊരു പെർഫോമൻസും ആയിരുന്നു. കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം അതെ ശരിക്കും ആ പാട്ടിന് ചേരുന്ന പോലെ തന്നെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. വളരെ നന്ദി. ശ്രീകുമാർ സർ. നല്ല രസമായിരുന്നു, നല്ല ഒരു എനർജി ആയിരുന്നു. 2 വെളിച്ചപ്പാടം വരെ ഞങ്ങൾ ഇവിടെ സ്റ്റേജിൽ കണ്ടത്. ഒന്ന് സുധാകരൻ വെളിച്ചപ്പാടനെയും രാജലക്ഷ്മി വെളിച്ചപ്പാടി. നല്ല ഒരു മോളും ഇതുപോലെ ഒരു പുറയിൽ എല്ലാവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സമ്മതിക്കണം, അത്രയും എനർജി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. വളരെ നന്നായിരുന്നു. ജനാർദ്ദനൻ സർ. മോളു കൊടുങ്ങലിൽ നിന്നാണോ വരുന്നത്? സാക്ഷാൽ ഭദ്രകാളി പോലെ തന്നെയുണ്ട്. പക്ഷെ ഭദ്രകാളി കോപത്തിന്റെ പ്രതിരൂപമാണ്. മോള് ഇപ്പോഴും ചിരിച്ചു പൂ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കോപമുള്ള ഭദ്രകാളിന്റെ ഹൃദയത്തിലാണ്, ആ സ്ത്രീയുടെ ഹൃദയത്തിലാണ് ഏറ്റവും നന്മയും കുടികൊള്ളുന്നത്. സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ കോപ അഗ്നി. അവിടെ തന്നെയാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ കടലും സ്ഥിതി ചെയ്യുന്നത്. മോള് അത് ഗംഭീരമാക്കി. എന്തുമാത്രം നൃത്തമാണ്! ഈ മുംബൈയിൽ ജനിച്ച് വളർന്ന് മലയാളത്തിന്റെ തനിമ അങ്ങനെ ആവാഹിച്ചെടുത്തിരിക്കുന്നു. ഈ പാട്ടെന്ന് പറയുന്നത് നന്ദുണി പാട്ടാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വീണ പോലെ ഒറ്റക്കമ്പി നന്ദുണി പറഞ്ഞ സംഗീതോപകരണം അത് മീട്ടിക്കൊണ്ടാണ് കാളിയെ സ്തുതിക്കുന്നത്. ഈ പാട്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിലുള്ള കാമത്തെയും കോപത്തെയും ഇല്ലാതാക്കുക. ഇത് രണ്ടുമാണ് സമൂഹത്തിന്റെ താളം തെറ്റിക്കുന്നത്. ഇതിനെ കുറച്ചുകൊണ്ട് ഭക്തിയിലേക്ക് കൊണ്ടുവരിക. ഭക്തി എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ആർദ്രതയോട് സർവ്വജീവജനങ്ങളെയും കാണുക. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തി മനുഷ്യ മനസ്സിൽ കൊണ്ടുവരാൻ ശേഷിയുള്ള പാട്ട് ശാഖയാണ് നന്ദുണി പാട്ടിലെ മോള് പാടിയ പള്ളിവാളം ഭദ്രവട്ടകം. ജനാർദ്ദനൻ സർ ഓരോരോ നാടൻ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു വിശേഷം അതൊക്കെ പറയുന്നത്, അപ്പോൾ നമുക്കൊക്കെ എത്ര അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അറിയുന്നത്. ഒരു നല്ലൊരു കയ്യടി ജനാർദ്ദനൻ സാറിന്. സുധാകരൻ സാർ. ഞാൻ വന്നു സാർ. ഇപ്പൊ കണ്ടുവല്ലോ. എന്താ ഒപ്പീനിയൻ? ഒരു കാര്യം മനസ്സിലായി. ഞങ്ങളിനി ബോംബെയിലേക്ക് പരിപാടിക്ക് വരുമ്പോൾ ഇൻസ്ട്രുമെന്റ് മാത്രം എടുത്ത് വന്നാൽ മതി, പാട്ടുകാർ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാം മനസ്സിലായി നമുക്ക്. ഇത് വലിയൊരു എൻകറേജ്മെന്റ് ആണ്. ഡെഫിനറ്റ്ലി ഇത് എല്ലാ സിംഗേഴ്സും എല്ലാ കണ്ടസ്റ്റൻസിനെയൊക്കെ ഒരു വലിയൊരു കോംപ്ലിമെന്റ് ആണ്. ഇത് ഇത്രയും സീനിയറായ ആർട്ടിസ്റ്റ് ഒരു ഓൾമോസ്റ്റ് 1500 വേദികളിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? ബോംബെയിലും ഈ മുംബൈയിലും കുറെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇവർ, ഗ്രാമവേദി ട്രൂപ്പ്. ആൻഡ് അവരുടെ അടുത്തത് ഇതുപോലത്തെ ഒരു ഒപ്പീനിയൻ വരുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നാടൻ പാട്ട് പാടുന്നത്. ഇന്നലെ ഗ്രൂമിങ് കിട്ടി, നല്ല ഗ്രൂമിങ് കിട്ടി. അത് കാരണം ഇത്രയും നന്നായി പാടാൻ പറ്റിയത്. എനിവേസ് ഇപ്പൊ മാർക്കിലേക്ക് കടക്കാം അല്ലേ? ഉത്തരം മാം 9 out of 10. ശിവകുമാർ സർ 40 out of 40. ജനാർദ്ദനൻ സർ 45ൽ 40. താങ്ക് യു.
എല്ലാവർക്കും വീണ്ടും സ്വാഗതം മൊനാംചി മുംബൈ का अपना रियलिटी शो गुडविन गोल्डन वॉइस 2016. താവം ഗ്രൂപ്പിന്റെ കൂടെ ചുവട് വെച്ച് പാടാനായി ആടാനായി ഇതാ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു അമൃത. അമൃത, ഫേസിലൊരു ടെൻഷൻ ഉണ്ടാ? കുറച്ച് കുഴപ്പമില്ല, നോ ടെൻഷൻ. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും ഒരു ഫാമിലിയാണ് അല്ലേ? എല്ലാവരും ഒരു ഫാമിലിയാണ്. എല്ലാവരുടെ നന്നായി കൈയടിച്ച് സപ്പോർട്ട് അല്ലേ? നമുക്ക് ഇവർക്ക് നല്ലൊരു എൻകറേജ്മെന്റ് കൊടുക്കാലോ. ആ ടെൻഷനെല്ലാം ഒന്ന് മാറ്റിയേ. ടെൻഷൻ മാറ്റിയാലും മാത്രമല്ലേ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ഒക്കെ തരാൻ പറ്റുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഗോ ബ്ലാസ്റ്റഡ്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തന്നക്കന്താരോ ഏലോ ഏലോ ഏലേലമ്മ തന്നക്കന്താരോ ഏലോ ഏലോ ഏലമ്മ ചിരുഴുതു മരിച്ചു ഞങ്ങായി ചിരുകുഴച്ചു മരിച്ചു ഞങ്ങ ചിരളി ഞങ്ങ ചോര കണ്ടായി ചിരളി ഞങ്ങ നേര് കണ്ട ചിരളി ഞങ്ങ നിൽപ്പ് കണ്ടായി ചിരലെറിഞ്ഞ കനവ് കണ്ട ചിരളി ഞങ്ങ നിൽപ്പ് കണ്ടായി ചിരലെറിഞ്ഞ കനവ് കണ്ട തന്നക്കന്താരോ ഏലോ ഏലോ ഏലേലമ്മ ഏലോ ഏലോ ഏലേലമ്മ ചിരുഴുതു മരിച്ചു ഞങ്ങായി ചിരുകുഴച്ചു മരിച്ചു ഞങ്ങ ചിരളി ഞങ്ങ ചോര കണ്ടായി ചിരളി ഞങ്ങ നേര് കണ്ട വാനം പിരിച്ചാലും തമ്പിരാനാ തമ്പിരാനാ പാട്ടം പിരിച്ചാലും തമ്പിരാനാ തമ്പിരാനാ തന്നക്കന്താരോ ഏലോ ഏലോ ഏലേലമ്മ തന്നക്കന്താരോ ഏലോ ഏലോ ഏലേലമ്മ വാനം പിരിച്ചാലും തമ്പിരാനാ പാട്ടം പിരിച്ചാലും തമ്പിരാനാ നെല്ല് വിളഞ്ഞാലും തമ്പിരാനോ പെണ്ണ് വിളഞ്ഞാലും തമ്പിരാനാ തമ്പിരാനാ പതുക്കെ പറയടി, തമ്പുരാൻ കേൾക്കും. ഞങ്ങ കതിരിന് നാമ്പ് വന്ന് ഞങ്ങ കനവിന് വേല് വന്ന് ഞങ്ങളുടെ കണ്ടോയം തിരലെടുത്ത് ഞങ്ങളുടെ സൂര്യൻ വേല് തന്ന് തന്നക്കന്താരോ ഏലോ ഏലോ ഏലേലമ്മ തന്നക്കന്താരോ ഏലോ ഏലോ ഏലേലമ്മ ഞങ്ങളുടെ ആകാശം മഴയെ തന്ന് ഞങ്ങളുടെ നാടിനെല്ലാം വളർന്ന് ഞങ്ങ കളമാറ്റി നോമ്പ് നോറ്റ് ഞങ്ങ വളമിട്ട് കാത്തിരുന്ന് അയ്യയ്യ കിന്നാരം പാടുന്നോളെ പായാരം പറയാണ്ട് ഞാറുനാട് തമ്പീരൻ കണ്ട കലയിളകെ തമ്പീരൻ കേട്ടാൽ ഉറഞ്ഞതുള്ളു മാറ് മറച്ചിട്ട് ഞാറുനാട് തമ്പീരൻ കാണാണ്ട് മാറി നിക്ക് തമ്പീരൻ കാക്ക കണ്ടറിയണുണ്ട് നാവില് വെള്ളം ഇറക്കണുണ്ട് ചെറിയ പറ വെച്ച് വാരം മാറ്റി വലിയ പറ വെച്ച് വാരം മാറ്റി നെല്ലായ നെല്ലൊക്കെ തമ്പിരാനാം നാടായ നാടൊക്കെ തമ്പിരാനാം കണ്ടങ്ങളൊക്കെയും തമ്പിരാനാം ചൂണ്ടിക്കടയവും തമ്പിരാനാം കണ്ടങ്ങളൊക്കെയും തമ്പിരാനാം പൊന്തിപ്പരീക്ഷയും തമ്പിരാനാം പൊന്നായ പൊന്നൊക്കെ തമ്പിരാനാം വാരം പിരിച്ചാലും തമ്പിരാനാം പാട്ടം പിരിച്ചാലും തമ്പിരാനാം നെല്ല് വിളഞ്ഞാലും തമ്പിരാനാം പെണ്ണ് വിളഞ്ഞാലും തമ്പിരാനാം വാരം പിരിച്ചാലും തമ്പിരാനാം പാട്ടം പിരിച്ചാലും തമ്പിരാനാം നെല്ല് വിളഞ്ഞാലും തമ്പിരാനാം പെണ്ണ് വിളഞ്ഞാലും തമ്പിരാനാം അമൃത, ഹാപ്പി? നന്നായി പെർഫോം ചെയ്തില്ലേ? സാറ്റിസ്ഫൈഡ് ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജസോട് ചോദിക്കാം ഡീറ്റെയിൽസ്. ഓക്കെ, ജനാർദ്ദനൻ സർ. മോളോ, കൃഷിപ്പാട്ട് നിരവധി കൃഷിപ്പാട്ടുകളുണ്ട്. നമ്മൾക്ക് എന്താ പറയുക, നെല്ല് വിതയ്ക്കുന്ന തൊട്ട് കൊയ്ത് മെതിച്ച് അത് വീട്ടിൽ കൊണ്ടുവരുന്ന വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും നമ്മൾക്ക് പാട്ടുകളുണ്ട്. നാടൻ പാട്ടിൻ്റെ തുടർച്ചയിൽപ്പെട്ട ഈ പാട്ട് ശരിക്ക് നമ്മളെ ഹരിത കേരളത്തിലേക്ക്
കൊണ്ടുപോകുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ് നമ്മൾക്ക് മോളുടെ എന്താ പറയുക നല്ല സുന്ദരമായ ശബ്ദത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതേപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, ചേറ് ചോറാകും, ചോറ് ചേറാകും എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് വിളഞ്ഞാലും അത് തമ്പുരാനാണ്. നമ്മളുടെ പാട്ടിൽ തന്നെ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നെല്ല് വിളഞ്ഞാലും പെണ്ണ് വിളഞ്ഞാലും തമ്പുരാനാണ്. പാട്ടുകൊണ്ടൊരു ചൂട്ടുകെട്ടി മോത്തുകുത്തും ഞാൻ, പാട്ടുകൊണ്ടൊരു ചൂട്ടുകെട്ടി മോത്തുകുത്തും ഞാൻ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് പാട്ടുകൊണ്ട് ചൂട്ട്, ഇത് തീ നാളൊക്കെയാണ് ഒരു വിളക്ക് പോലെ പണ്ട് ഉപയോഗിച്ച് ചൂട്ട് എന്ന് പറയുന്നത്, അത് വീശിയാൻ നടക്കുന്നത്. അപ്പോൾ ചൂട്ടുകൊണ്ട് കുത്തും ഞാൻ പറയുന്നത് അതൊരു വിപ്ലവമാണ്. പാട്ടിലൂടെ വിപ്ലവം ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഈ മാറ്റത്തിൻ്റെ ഒപ്പം സംഗീതം അതിനൊപ്പം നടത്തിയിട്ടുണ്ട്. വിപ്ലവം ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സംഗീതത്തിൻ്റെ സംഭാവന ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ആ പഴയ കാലഘട്ടത്തെ ഓർക്കാൻ പറ്റുന്നത് ദുരിത കാലഘട്ടം ഇന്ന് സുന്ദര കാലഘട്ടമായി. മോളുടെ പാട്ട് അങ്ങനെയുള്ള ആ കുറവുകളൊക്കെ മാറ്റി സുന്ദര കേരളം പ്രദാനം ചെയ്യാൻ ഞങ്ങൾക്കും നമ്മുടെ പ്രേക്ഷകർക്കും കഴിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഉത്തര മാം. അമൃത നന്നായി പാടി, വളരെ സ്വീറ്റായിട്ട് വളരെ മെലോഡിയസ് ആക്കി സുഖിപ്പിച്ച് ആണ് പാടിയത്. വളരെ ഇഷ്ടപ്പെട്ടു. സ്റ്റേജ് പ്രസൻസ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഒരേ സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ പേടിയുള്ളതുകൊണ്ടായിരിക്കും. നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചും കൂടെ, ഇപ്പോൾ യൂസ്ഡ് ആയല്ലോ, ഒരു പ്രാവശ്യം ഈ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഇനി പേടിക്കണ്ടല്ലോ. നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചുകൂടി ഓടി നടന്നൊക്കെ നന്നായിട്ട്. ഒരു സ്വീറ്റ് ചിരി, സ്വീറ്റ് പാട്ടും ഒരിക്കലും ഈ മുഖത്തൊരു ദേഷ്യം വരുമെന്ന് തോന്നുന്നില്ല. അച്ഛനമ്മമാരോട് ചോദിച്ചാൽ അറിയാം അല്ലേ. പക്ഷെ എന്താ നല്ല പാട്ടായിരുന്നു, നല്ല ശബ്ദമായിരുന്നു. ഫോക്കിൻ്റെ ഭാവങ്ങളെല്ലാം വന്നു. അതാണ് നമുക്ക് കിട്ടുന്ന ആ ഫീൽ. അതാണ് എന്താ ഫീല് ഫോക്കിൻ്റെ. ഇപ്പം അതിനകത്ത് പാടിയതിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. സാധാരണ ഉള്ള ഒരേ ട്യൂണുള്ള ആ പാട്ടല്ലാണ്ട് ഇത് എവിടുന്ന് കേട്ട് പഠിച്ചത്? ആക്ച്വലി നെറ്റിൽ നിന്ന് കിട്ടിയതാ. ഈ പാട്ടിന് കുറച്ചൊരു വേരിയേഷൻ ഉണ്ട്. മറ്റേ പോലെ ഒരേ ട്യൂണല്ലാണ്ടും താളവും മാറുന്നുണ്ട്, പക്ഷെ ട്യൂണും ഇടയ്ക്ക് മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേന് കുറച്ചൊരു വെറൈറ്റി ഉള്ള ഒരു പാട്ടാണ്. അമൃത വാ. കഴിഞ്ഞില്ലേ? മാർക്സ് വേണോ? ഓക്കെ, ചോദിക്കാം. ജനാർദ്ദനൻ സർ. അമൃതയുടെ നാദത്തിന് 45-ൽ 39. ഉത്തര മാം. 7 out of 10. ശിവകുമാർ സർ. 39 out of 40. പാസ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ്വിൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച അവയവദാന ബോധവൽക്കരണ പരിപാടിയുടെ പ്രതിനിധി സമ്മേളനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. താനയിൽ നടന്ന യോഗത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. രാജ്യത്തെ അവയവദാന ബോധവത്കരണത്തിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ഗുഡ്വിൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയിൽ ഇതര ഭാഷക്കാരടക്കം നിരവധി സുമനസുകൾ സമ്മതപത്രം നൽകി മാതൃകയായി. നഗരത്തിലെ സന്നദ്ധ സംഘടനകൾ കൂടാതെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അവയവദാന പ്രചാരണത്തിന് ഗുഡ്വിൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വം നൽകുന്നത്. പോയ വർഷം ഫെബ്രുവരിയിൽ മുംബൈയിലെ ഉപനഗരമായ ഡോംബിവിലിയിൽ തുടക്കമിട്ട അവയവദാന പ്രഖ്യാപന പരിപാടികളിലൂടെ ഇതിനകം 70,000-ലധികം പേരാണ് സമ്മതപത്രം നൽകി ഈ മഹത് കർമ്മത്തിന്റെ ഭാഗമായതെന്ന് ഗുഡ്വിൻ ഗ്രൂപ്പ് മേധാവികളായ സുനിൽ കുമാറും സുധീഷ് കുമാറും പറഞ്ഞു. सब लेडीज जन सब मिलके एक टीम वर्क करने पड़ेगा, तभी अपन को इंडिया एक विदाउट ब्लाइंड का एक गुडविन चैरिटेबल ट्रस्ट में अभी ऑर्गन डोनेट करने के लिए 70,000 पीपल्स अभी हमारा गुडविन चैरिटेबल ट्रस्ट में अभी क्लब में आ गया. താനയിൽ സംഘടിപ്പിച്ച പ്രതിനിധി യോഗത്തിൽ 100 കണക്കിന് സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്തു. മഹാരാഷ്ട്രയിലും കേരളത്തിലുമായി 1 ലക്ഷത്തോളം അവയവദാന സമ്മതിദായകരെ സ്വരൂപിക്കുകയും 5 ലക്ഷത്തോളം ജനങ്ങളിൽ അവയവദാനത്തിന്റെ ആവശ്യകതയുടെ സന്ദേശം എത്തിക്കുകയുമാണ് ലക്ഷ്യമിടുന്നതെന്നും ഇവർ പറഞ്ഞു. ഈ മഹത് കർമ്മത്തിനായുള്ള ചെലവുകളെല്ലാം വഹിക്കുന്നത് ഗുഡ്വിൻ ചാരിറ്റബിൾ ട്രസ്റ്റാണെന്നും ഇവർ വ്യക്തമാക്കി. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് 100 കണക്കിന് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു.
പ്രോസസ്സിലൂടെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്ക് ട്യൂണിംഗ് കേരള